ജനസംഘത്തിന്റെ കാലം മുതൽ 41 വർഷം തുടർച്ചയായി ബി.ജെ.പി. ഭരിക്കുന്ന പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലെ മധൂർ. പഞ്ചായത്തിലെ 20 അംഗങ്ങളിൽ 16 പേരും ബി.ജെ.പിയിൽ നിന്നാണ്. ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ പഞ്ചായത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകും എന്ന ഉറപ്പാണ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. ജനസംഘത്തിന്റെ കാലം മുതൽ 41 വർഷമായി ബി.ജെ.പി. ഭരിക്കുന്ന ഒരു പഞ്ചായത്തുണ്ട് കാസർഗോഡ് ജില്ലയിൽ, മധൂർ പഞ്ചായത്ത്. മധൂർ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും വികസന കാഴ്ചപ്പാടുകളുമായി ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 16 പേരാണ് ബി.ജെ.പിയെ പ്രതിനിധാനം ചെയ്ത പഞ്ചായത്തിലുള്ളത്. കേവലം 4 പേരുള്ള മുസ്ലിം ലീഗിന്റെ സംഘടന മാത്രമാണ് പ്രതിപക്ഷത്തുമുള്ളത്. എന്താണ് ഈ തുടർച്ചയായ വിജയത്തിന്റെ കാരണം? എന്താണ് ഇവരുടെ വിജയപ്രതീക്ഷകൾ? എന്താണ് വികസന പ്രതീക്ഷകൾ? നമുക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥികളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഉമേഷ് ഘട്ടിയാണ്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ്. സർ, ഇപ്പോൾ 41 വർഷമായി ഇവിടെ ഇങ്ങനെ ഭരിക്കുകയാണ്. അതായത് ജനസംഘത്തിൻ്റെ കാലഘട്ടം മുതൽ ബി.ജെ.പി. ഭരിക്കുന്ന കേരളത്തിലെ ഏക പഞ്ചായത്താണ്. എന്താണ് തുടർച്ചയായി ഈ ഭരണം ഇവിടെ നിലനിൽക്കാനൊരു കാരണം? എന്താണ് ഈ ആശയത്തിൻ്റെ, അതല്ലെങ്കിൽ ദേശീയ ആശയത്തോട് ഈ പ്രദേശം ചേർന്ന് നിൽക്കാൻ കാരണം? 1979 മുതൽ ജനസംഘ കാലഘട്ടത്തിൽ, പിന്നെ അതിന് മുന്നോടിയായി ഇപ്പോൾ ബി.ജെ.പി. ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് 29 കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തോ, എന്ത് നേട്ടങ്ങൾ നേടിക്കൊടുത്തോ, അതേ നേട്ടങ്ങളാണ് ഈ 2020 ഇതുവരെ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരും ഭാരതീയ ജനതാ പാർട്ടിയും എല്ലാ താഴെത്തട്ടുള്ള എല്ലാ ജനങ്ങൾക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. എന്ത് വികസന കാഴ്ചപ്പാടാണ് ഗ്രാമപഞ്ചായത്തിൽ താങ്കൾക്കുള്ളത്, ഇതുവരെ നടപ്പാക്കിയിരുന്നത്? ഇതുവരെ നടപ്പാക്കിയിട്ടുള്ള വികസനം എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പഞ്ചായത്താണ്. ആരോഗ്യ മേഖലയിലും സംവരണ മേഖലയിലും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏകദേശം 25ഓളം അംഗനവാടികൾ, പുതിയതായി അംഗനവാടികൾക്ക് കെട്ടിടം നിർമ്മിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ SC/ST ഭാഗത്തുള്ള നമ്മളെ ആൾക്കാർക്കും കുറേ കമ്മ്യൂണിറ്റി വാളും പിന്നെ ബാക്കി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര പദ്ധതികൾ പഞ്ചായത്തുകൾ വഴി നടപ്പാക്കുന്ന നിരവധി പദ്ധതികളുണ്ട്. ഏതൊക്കെ കേന്ദ്ര പദ്ധതികളാണ് പഞ്ചായത്തുകൾ വഴി വിജയകരമായി നടപ്പാക്കുന്നത്? അത് ഏതൊക്കെയാണ് ജനങ്ങളേറെ പ്രതീക്ഷയോടെ കാണുന്നത്? ഇപ്പോൾ ചെയ്യുന്ന പദ്ധതികൾ, കേന്ദ്ര പദ്ധതി, നമ്മളെ കൃഷി സമ്മാൻ നിധി എന്നുള്ള പദ്ധതി, അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറേ ആൾക്കാർ അതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. കുറേ ആൾക്കാർക്ക് അതിൻ്റെ തുക കിട്ടുന്നുണ്ട്. അത് ജനങ്ങൾ നല്ലൊരു ഏറ്റെടുത്ത പദ്ധതി. അത് കൂടാതെ സുകന്യ സമൃദ്ധി യോജന, അതും ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതെല്ലാം ജനങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇതിന് മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കണം ജനങ്ങളെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ മധൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഉളിയത്തടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു സ്ഥാനാർത്ഥി കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഉളിയത്തടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ മാലതി സുരേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീമതി മാലതി സുരേഷ്, എന്താണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് തീർച്ചയായും ഒരു കുറച്ചുകൂടെ ഉയർന്ന രീതിയിലുള്ള വികസനം കാഴ്ചവെക്കുന്ന പ്രദേശമാണ്. ഏത് രീതിയിലുള്ള വികസനമാണ്? കേന്ദ്ര പദ്ധതികൾ നിരവധിയായി ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ നടപ്പാക്കുന്നുണ്ട്. ഏത് തരമുള്ള വികസനമാണ്, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകാനുള്ളത്? നമ്മുടെ മധൂർ ഗ്രാമപഞ്ചായത്ത് എന്നത് കഴിഞ്ഞ 41 വർഷങ്ങളായി തുടർച്ചയായി ബി.ജെ.പി. ഭരിക്കുന്ന ഒരു ഏക പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ ജനങ്ങളിടയിൽ നമ്മൾ കേന്ദ്ര പദ്ധതികളായ കൃഷി ആയിക്കോട്ടെ, മറ്റ് അനവധി പദ്ധതികൾ, ഒരുപാട് പദ്ധതികളാണ് കേന്ദ്രത്തിൽ നിന്ന് നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. അത് താഴെത്തട്ടിൽ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കുകയും അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഈ ഒരു വിജയത്തിൻ്റെ നേട്ടം. കഴിഞ്ഞ 41 വർഷം പിടിച്ചു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് താഴെത്തട്ടിൽ നിൽക്കുന്ന വികസനം ഇല്ലാത്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവർക്ക് എന്താണോ അർഹതപ്പെട്ടത് അതൊക്കെ നേടിക്കൊടുക്കുന്നതിലാണ് നമ്മുടെ ഈ ഒരു ഭരണം തുടർച്ചയായി 41 വർഷം നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. കഴിഞ്ഞ 2010-15 കാലഘട്ടത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. 2015-2020 കാലഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി സ്ഥാനം വഹിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് പഞ്ചായത്തിൻ്റെ പൂർണ്ണമായ മത്സരിക്കുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയമുള്ളൂ. പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവരും ഒരേപോലെയാണ്. അങ്ങോട്ടുള്ള വികസനം എല്ലാവരുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരേ രീതി നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ഭരണസമിതി ഇതുപോലെ പോയതുകൊണ്ടാണ് തുടർച്ചയായി 41 വർഷം നമുക്ക് ഈ ഒരു പഞ്ചായത്തിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി മുന്നോട്ടും നമ്മുടെ ഈ ഒരു മധൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലാണ്. വികസനം എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ നല്ല രീതിയിലുള്ള പ്രയത്നമാണ്
നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഇപ്പോൾ വീണ്ടും നമുക്ക് വികസന കാര്യങ്ങളിലേക്ക് തന്നെ കൂടുതൽ പോവുകയാണെങ്കിൽ ഈ ഗ്രാമീൺ സടക്ക് യോജന, അതുപോലെ തന്നെ നിരവധിയായ ചില റോഡ് പദ്ധതികൾ, കുടിവെള്ള പദ്ധതികൾ, ഇതെല്ലാം നടപ്പാക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് വഴിയും അതുപോലെയുള്ള പഞ്ചായത്തുകൾ വഴിയുമാണ്. അതിനുള്ളൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് വെച്ചാൽ മധുർ പഞ്ചായത്തിൽ 2 ബ്ലോക്ക് മെമ്പർമാരാണ് ഇതുവരെ ഉണ്ടായത്. അപ്പോൾ ഉള്ളിത്തടുക്ക ഡിവിഷൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്കുമായി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പ്രദേശങ്ങൾ, നമ്മുടെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരുപാട് വികസനം വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഭാഗം വികസനം ചെയ്യാം. ബാക്കിയുള്ള ഭാഗത്ത് റോഡുകളായിക്കോട്ടെ, കുടിവെള്ളം ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണോ ബാക്കിയുള്ളത്, ഈ ഒരു 10 വർഷത്തെ ഭരണത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഏകദേശ രൂപം മനസ്സിലുണ്ട്. അത് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ പ്രയത്നങ്ങളും, അതുപോലെ തന്നെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യങ്ങൾ അത് നിറവേറ്റാൻ ജനങ്ങളുടെ ഇടയിൽ പോയി ചെന്നപ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന നിലയ്ക്ക് നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ മധൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന സിവിൽ സ്റ്റേഷൻ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് പുഷ്പ ഗോപാലൻ. പുഷ്പ ഗോപാലൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. തീർച്ചയായും ജില്ലാ പഞ്ചായത്തിൽ ഒരു കൃത്യമായ രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ. എന്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് BJP ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് നേരിട്ട് നമുക്ക് അവരോട് ചോദിച്ചറിയാം. ശ്രീമതി പുഷ്പ, ഇത് പഞ്ചായത്തിൽ ഇപ്പോൾ തീർച്ചയായും മധൂർ പഞ്ചായത്ത് 41 വർഷത്തോളം ഭരിക്കുകയാണ്. അങ്ങനെ സാധ്യതകളുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രീതി തന്നെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അവിടെയാണ്. ഈ രാഷ്ട്രീയ കാഴ്ചപ്പാട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ്? തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിനുശേഷം തുടർച്ചയായി തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മധൂർ പഞ്ചായത്തിൽ 10 വർഷമായി ഞാൻ 2010 മുതൽ 2020 വരെ ജനപ്രതിനിധിയായി ഉണ്ടായി. ഉളിയത്തെടുക്ക കഴിഞ്ഞ വർഷം 15 സീറ്റാണ് BJP കഴിഞ്ഞ മുമ്പത്തെ വർഷം ഉണ്ടായത്. കഴിഞ്ഞ വർഷം എനിക്ക് ഒരു സീറ്റ് കൂടി BJPയിലിനെ പിടിച്ചെടുക്കാൻ പറ്റി. മുസ്ലിം ലീഗിൻ്റെ കയ്യിലുണ്ടായ സീറ്റാണ് ഉളിയത്തെടുക്ക. അത് നറുക്കിലൂടെയാണ് അന്ന് പിടിച്ചെടുത്ത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ശക്തമായി തന്നെ ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കണമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്ത് ചെറിയൊരു വോട്ടിനാണ് ഞങ്ങൾക്ക് BJPക്ക് നഷ്ടപ്പെട്ടത്, മുസ്ലിം ലീഗ് തിരിച്ചു പിടിച്ചത്. ആ ലീഗിൻ്റെ കയ്യിൽ നിന്നും ഇപ്രാവശ്യം അതീവ ശക്തമായി തന്നെ ആ സീറ്റ് തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. എന്തായാലും 4 പഞ്ചായത്ത് അടങ്ങുന്ന ഒരു ഡിവിഷനാണ് സിവിൽ സ്റ്റേഷൻ ഡിവിഷൻ. മൊഗ്രാലിൻ്റെ 2 വാർഡും ബദിയടുക്കത്തിൻ്റെ 1 വാർഡും ചെങ്കള പഞ്ചായത്തിൻ്റെ 11 വാർഡും മധൂർ പഞ്ചായത്തിൻ്റെ 20 വാർഡും അടങ്ങുന്ന ഇതാണ് എൻ്റെ ഡിവിഷൻ. അതെന്തായാലും മധൂർ പഞ്ചായത്തിൻ്റെ 16 മെമ്പർമാർ മധൂർ പഞ്ചായത്തിൻ്റെയും മൊഗ്രാലിൻ്റെ 2 മെമ്പർമാർ നമ്മൾ തന്നെ BJP സെൻറ്റർ തന്നെയാണ്. പക്ഷേ ചെങ്കളത്തിലെ 11 വാർഡ് എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിന്നത്. തീർച്ചയായും അത് തിരിച്ചു പിടിക്കും ആയിരിക്കും. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിനും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഇതിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ വികസന കാഴ്ചപ്പാടുകളിലുള്ള ഒരു നേട്ടം കൂടെ നമുക്ക് വിശദീകരണം ഒന്ന് ആവശ്യപ്പെടാം. എന്താണ് ഒരു വികസന കാഴ്ചപ്പാട്? വളരെ ചുരുക്കി ഒന്ന് പറയാം. വികസന കാഴ്ചപ്പാട് ഞാൻ ഡിവിഷൻ ജയിച്ചു വന്നാൽ ജാതി ഭേദമന്യേ, പാർട്ടി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും താഴെത്തട്ടിൽ നിന്ന് തന്നെ സഹായിക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഒന്നും നോക്കാതെ കുറേ വർഷമായി ഇപ്പോൾ ലീഗാണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. നമ്മളുടെ BJP സെൻറ്ററിലേക്ക് ഒരു ഫണ്ടും അവർ തരുന്നില്ല. നമ്മൾക്കാണെങ്കിൽ MLA ഉള്ളതും ലീഗ് തന്നെയാണ്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും ലീഗ് തന്നെയാണ്. നമ്മൾക്കൊരു ഫണ്ടും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. BJP മെമ്പർമാർ ചോദിക്കുമ്പോൾ ഒരു ഫണ്ടും തരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പിടിച്ചെടുക്കാൻ പറ്റിയാൽ നല്ലൊരു താഴെത്തട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പുരോഗമനം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വികസനവും ഒരു രാഷ്ട്രീയ സന്ദേശവും തന്നെയാണ് മധൂർ പഞ്ചായത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും നൽകുന്നത്. ദേശത്തോടൊപ്പം നിൽക്കുക, ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുക എന്ന വലിയൊരു സന്ദേശം ഉയർത്തി തന്നെയാണ് മധൂർ പഞ്ചായത്തിലെ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ക്യാമറാമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം ഐസൺ ജോസ്, ജനം, കാസർഗോഡ്.